പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഇന്നത്തെ ഈ സന്ധ്യാസമയം അല്പസമയം ഞങ്ങൾ അപ്പച്ചൻ്റെ പാദത്തിൽ കടന്നു വരുവാനും ദൈവമേ അപ്പച്ചൻ ഞങ്ങൾക്ക് നൽകി തന്ന വചനം ദൈവമേ അതിൻ്റേതായ രീതിയിൽ വായിച്ച് പഠിക്കുവാനും ഗ്രഹിക്കാനും അതിന് പ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാനും അതിന് പ്രകാരം ജീവിക്കുക ദൈവമേ ക്രിസ്തുവിനെ ധരിച്ചവരായി നല്ല സാക്ഷിയായി ജീവിക്കാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. ദൈവമേ വചനം എത്തിക്കൂടെ ദൈവമേ ഞങ്ങൾക്ക് ജ്ഞാനം നൽകി തന്ന് ദൈവമേ ആ ജ്ഞാനപ്രകാരം ജീവിക്കാണ്. ഫിയർ ഓഫ് ദ ലോർഡ് ഇസ് ബിഗിനിങ് ഓഫ് ദ വിസ്ഡം. ദൈവമേ ആ ഒരു ഫിയറോടുകൂടി ആ ഓവോടുകൂടി റെസ്പെക്റ്റോടുകൂടി കടന്നു വന്ന് അച്ഛൻ്റെ ജ്ഞാനം ഗ്രഹിക്കാനും പഠിക്കാനും അതിപ്രകാരം ജീവിക്കണം. ദൈവമേ പറഞ്ഞു കൊടുക്കുന്ന ദൈവമേ എൻ്റെ മനസ്സിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന ദൈവമേ ജ്ഞാനത്തെ അത് ദൈവമേ അതിൻ്റേതായ രീതി പറഞ്ഞു കൊടുക്കാനും അത് ജനങ്ങളുടെ ഹൃദയത്തിൽ ഗ്രഹിക്കും അടയ്ക്കണം. അച്ഛന് ഇഷ്ടമുള്ളത് മാത്രമേ പറയാവുള്ളൂ, അല്ലാത്ത ഒന്നും പറയത്തില്ലേ. യേശു മനസ്സിലാക്കണേ. യേശുവിനെ ആമേൻ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ 1 മുതൽ 8 വരെ വായിച്ചു. 6-ാം അധ്യായത്തിൻ്റെ ഇന്ന് 9 മുതലുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതിന് മുമ്പേ ഞാനൊരു കാര്യം പറയാനൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടൊരു കാര്യമാണ്. പത്രോസ് കാരാഗൃഹത്തിൽ പോയപ്പം അവിടെ ഒരു നിയമസഭയിലൊരു മന്ത്രിമാരൊന്നും വേണ്ടായിരുന്നു, പ്രാർത്ഥനയായിരുന്നു നമ്മുടെ ഏക ടൂൾ. ഓക്കെ, അതേപോലെ പൗലോസ്, ശീലാസും അങ്ങനെ ഓരോരുത്തരെ കാരാഗൃഹത്തിൽ കിടന്നപ്പം പ്രാർത്ഥനയായിരുന്നു. മനസ്സിലായി, സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന ഫലിച്ചു. അത് ദൈവത്തിന് കാണാതിരിക്കാൻ പറ്റിയില്ല. അവിടുന്ന് ഓരോരുത്തരെ വിടുവിച്ചു. പൗലോസ് നമുക്ക് കാണാം, കതക് തുറന്ന് കൊടുത്ത് പൂട്ടിയിട്ട കഥകളൊക്കെ ദൂതന്മാർ വന്ന് തുറന്നു കൊടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് കാരാഗൃഹത്തിൽ കിടക്കുന്നതെന്ന് വിചാരിച്ച ആൾക്കാർ സന്തോഷിച്ചിരിക്കുമ്പോൾ അവർ പള്ളിയിൽ നിന്ന് പിന്നെയും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഏതൊരു കാര്യത്തിന് പിടിച്ചിട്ടോ ആ സെയിം കാര്യം പിന്നെ അവിടെ പോയി പബ്ലിക്കായിട്ട് ഒരു പേടിയില്ലാതെ ചെയ്യുന്നു. ഓക്കെ, വി സൈൻഡ് അപ്പ് ഫോർ ദിസ്. ഓക്കെ, അതിന് നമുക്ക് ഒരു ഇതൊന്നും വേണ്ട, പാർലമെൻറ്റ് അംഗത്തെ ഒന്നും ആ രീതി. അത് കഴിയുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ കഴിവുകേടിനെയും നമ്മുടെ പ്രാർത്ഥനയുടെ കഴിവുകേടിനെയും നമ്മുടെ വിശ്വാസത്തിൻ്റെ കഴിവുകേടിനെയൊക്കെ ഇതാണ് പറയുന്നത്. എങ്കിലും എവ്രിബഡി ഹാസ് എൻറ്റൈറ്റിൽ ടു ദിയർ ഓൺ ഒപ്പീനിയൻ. മനസ്സിലായി, എല്ലാവർക്കും അവരുടെ ഒപ്പീനിയൻ ആയിരിക്കും. പക്ഷേ എങ്കിലും ഇതായിരിക്കണം നമ്മളുടെ വെപ്പൺ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ, അതായിരിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ പാർലമെൻറ്റ് മെമ്പർ അതൊക്കെ ഒരു വീണ്ടെടുപ്പ് പ്രാപിക്കാത്തതിൻ്റെ ശരിക്കും ഒരു എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശരിക്കും ഒരു ചാകാത്തതിൻ്റെ, മനസ്സിലായി, ദൈവത്തിൽ വിശ്വാസമില്ലാത്തതിൻ്റെ ഒക്കെ ഒരു ഇതാണ്. അന്നും പറഞ്ഞ് ഞാൻ വലിയ വിശ്വാസമൊന്നുമല്ല പറയണ്ടേ ഇങ്ങനെ കാരണം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അത് ഓരോ ഇൻസിഡൻറ്റ് നടക്കുമ്പോഴും ഞാൻ വല്ലാത്ത ടെൻഷൻ അടിച്ച് അവിടെ ചെല്ലുമ്പോൾ എല്ലാം ഈസിയായിപ്പോൾ. ഇപ്പം എന്നെ ഹെൽപ്പ് ചെയ്ത ഓരോ ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചാൽ മതി എത്രമാത്രം ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ടെന്ന്. മനസ്സിലാവും. ശരിക്കും എന്നാൽ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരോട് ചോദിച്ചു നോക്കെ, അതിശയമായി അത്ഭുതകരമായി ആണ് ഓരോ വഴികളും തുറന്നു തന്നിട്ടുള്ളത്, ഇത്രത്തോളം വന്നത്. മനസ്സിലായോ? എൻ്റെ കഴിവും മിടുക്കമൊന്നുമല്ല, മനസ്സിലായോ, അതിശയം. പക്ഷേ എനിക്കറിയാം ദൈവം നടത്തും. എൻ്റെ റിസൾട്ട് എൻ്റേതായിരിക്കത്തില്ല, ദൈവത്തിൻ്റേതായിരിക്കും. ദൈവം വഴി നടത്തും. പക്ഷെ എന്നാലും ആ സമയത്തോടടുക്കുമ്പം എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ആകാംക്ഷയാണ്. അപ്പം ഞാനും വലിയ വിശ്വാസവീരൻ്റെയൊന്നും അല്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് കുറ്റം പറയാമെന്ന് വിചാരിക്കരുത്. പക്ഷേ ദിസ് ഇസ് ഹൗ എൻ്റെ മനോഭാവം, എൻ്റെ ടേക്ക് ഇതേപോലത്തെ ഈ രീതിയിലായിരിക്കും ഞാൻ പോകുന്നത്. ദാറ്റ്സ് മൈ ടേക്ക്. അതേപോലെ ഓരോ ആൾക്കാർക്കും അവരവരുടെ ഇതുണ്ടല്ലോ, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് കുറ്റം പറയാമെന്ന് വിചാരിക്കല്ലേ. ഞാനത് ആദ്യമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ പാർലമെൻറ്റ് അവരെയൊക്കെ നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയവൽക്കരിക്കുവാനിടയാക്കല്ലേ, മനസ്സിലായോ? ദൈവസഭയെ അത് ഇതായിരിക്കണം, അതോ പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോൾസ്. കാരണം അസൂസ സ്ട്രീറ്റ് നടന്നപ്പം ഈവൻ ദോ വില്യം ജി
വില്യം ജെ സീമോറിൻ്റെയും വേറെ ഒരാളുടെ ഇതിലാണ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവിടെ നടത്തിക്കൊണ്ട് പോകാൻ ആരുമില്ലായിരുന്നു. അവരോട് പ്രാർത്ഥിച്ച് പരിശുദ്ധമ്മ ആരോട് ഇത് കൊടുക്കുന്നു അവർ പോയി പാടുകയും ഇത് ചെയ്യുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ. പക്ഷേ ഇനി ഒരു തമാശ പറയട്ടെ. ഇന്നത്തെ പാട്ട് കേട്ടപ്പം സഭയിലല്ല, ആ സ്ഥലത്തെ കൺവെൻഷൻ്റെ പാട്ട് കേട്ടപ്പം അവിടെ പാടിയ അഭിഷേകം പകർന്നിടുക, പുതുശക്തിയിടുക, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. മനസ്സിലായി? അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ പറഞ്ഞ് പാടുകയും ചെയ്യും. പക്ഷെ നമ്മുടെ മനോഭാവം ഇപ്പോൾ ബ്യൂറോ അല്ല നിയമസഭയിൽ ഒരാളെ വേണമെന്നാണെന്നുണ്ടെങ്കിൽ പാട്ടും പ്രവൃത്തിയും രണ്ടും രണ്ടാണ്. ഓക്കെ, അതായിരിക്കും. അത്രയും പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ നമുക്കിന്ന് ഇത്. പിന്നെ കഴിഞ്ഞ ആഴ്ച ഒരു കാര്യം ഞാൻ വിട്ടുപോയി. 120 എന്നുള്ളതിൻ്റെ അത് സയൻറ്റിഫിക് വേ മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. മനസ്സിലായി? കാരണം ഏതൊരു കാര്യത്തിനും ഡബിൾ സ്റ്റാൻഡല്ല, അതിന് ഡബിൾ സ്റ്റാൻഡല്ല, എന്തോ വേർഡ് പ്ലേ ഉണ്ട്. വേർഡ് പ്ലേ എന്ന് പറയും, ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയാൻ പറ്റത്തില്ല, വേർഡ് പ്ലേ ഉണ്ട്. അപ്പം അത് സയൻറ്റിഫിക് വേയേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ഉദ്ദേശിക്കുന്ന 120 വർഷം എന്ന് പറയുന്നത് മനുഷ്യൻ ഇനിയും തൊട്ട് 120 വർഷമല്ല, മനുഷ്യൻ ഇനി 120 കൊല്ലം കൂടെ ഉണ്ട് ബിഫോർ ദ ജഡ്ജ്മെൻറ്റ് വരുന്നതിന് മുമ്പേ. മനസ്സിലായി? ജലപ്രളയം വരുന്നതിന് മുമ്പേ അവർക്ക് 120 വർഷം കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നോഹ പ്രസംഗിച്ചെന്ന് പറഞ്ഞത്. ഈ കാര്യത്തിൽ പലരും പല അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും എൻ്റെ അഭിപ്രായം ഞാൻ പറയട്ടെ, എൻ്റെ ടേക്ക് പറയട്ടെ. ഇപ്പം നമ്മൾ ട്രഡീഷൻ എടുത്ത് നോക്കിയാൽ 2 സ്റ്റാൻഡുണ്ട്. ഒരാൾ പ്രസംഗിച്ചെന്ന് പറയുന്നു, ചില ആൾക്കാർ പറഞ്ഞു പ്രസംഗിച്ചില്ല, നോഹ ആ ഉണ്ടാക്കിയ ആർക്ക് എല്ലാവരും വന്ന് കാണും. മനസ്സിലായി? എല്ലാവരും വന്ന് കാണുകയും ചോദിക്കുകയും ചെയ്തു, നോഹ നീ എന്തുവാ ഉണ്ടാക്കുന്നത്? അന്നേരം അവരോട് പറഞ്ഞു ഇത് ഉണ്ടാക്കുന്ന വലിയൊരു ജലപ്രളയം വരാൻ പോകുന്നു. ആരും വിശ്വസിച്ചില്ല. മനസ്സിലായി? അന്ന് വരെ വന്നിട്ടില്ലാത്തൊരു സംഭവം ആയതുകൊണ്ട് ആരും വിശ്വസിച്ചില്ല. മനസ്സിലായി? അപ്പോൾ അത്രയേ ഉള്ളൂ. പക്ഷേ അത് 120 കൊല്ലം എന്ന് പറയുന്നത് ഇനിയും 120 കൊല്ലം ഉണ്ട്. അത് ആ സമയത്തിനുള്ളിലതും ജലപ്രളയം വരും എന്നുള്ളതാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം സയൻറ്റിഫിക് വേ ഫോർ ആഫ്റ്റർ ദ ഫ്ലഡ് കഴിഞ്ഞ പിന്നെ പക്ഷെ അന്ന് 120 കൊല്ലം ജീവിച്ചിരിക്കും, അതിൽ കൂടുതൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ജീവിച്ചിരിപ്പം. നമ്മൾ നമ്മുടെ ജീവിതത്തെ നല്ല രീതി എക്സസൈസ് എല്ലാം ഫുഡ് എല്ലാ കാര്യം ക്രമീകരിക്കാമെങ്കിൽ അത് കൂടുതൽ ആൾക്കാർക്ക് ജീവിച്ചിരിക്കാം. പക്ഷേ എങ്കിൽ ഫോർ സം റീസൺ സയൻറ്റിഫിക് വേ പറയുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ അത് കഴിഞ്ഞ പിന്നെ ഓർഗൻ 120 കൊല്ലകാലം. വൈ? ബിക്കോസ് പൊല്യൂഷനും ഫുഡ് പൊല്യൂഷൻ, ഹെവി മെറ്റൽസും അങ്ങനെയൊക്കെയുള്ള എയറിൻ്റെ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അങ്ങനെയൊക്കെയുള്ള ഓരോ ഇപ്പം ഞാൻ തന്നെ കണ്ടില്ലേ ടെൻഷൻ അടിച്ച്. മനസ്സിലാവും? ഓരോ കൊച്ചു നിസ്സാര കാര്യത്തിന് ഞാൻ ഒത്തിരി ഓവർ സ്ട്രെസ് ഞാൻ തന്നെ എൻ്റെ മേലിടുക. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ശരീരത്തിന് പിടിക്കത്തില്ല. മനസ്സിലായി? അപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങൾ. പക്ഷെ 120 വർഷം എന്നുള്ളത് ബൈബിളിലെ യഥാർത്ഥ സ്പിരിച്വൽ മീനിങ് എന്നായി. ഇനി 120 കൊല്ലം കൂടുണ്ട്, അത് കഴിയുമ്പോൾ ഞാൻ ജലപ്രളയം അയക്കുമെന്ന്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അത് ഇനി നോഹയുടെ ഭാര്യയെ പറ്റി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. നോഹയുടെ ഭാര്യ നാമ എന്ന് 3 വ്യക്തികളുടെ പേരുണ്ട്. ഒന്ന് ഒരു ആദ്യത്തെ ഇൻ്റർപ്രിട്ടേഷൻ അനുസരിച്ച് നാമ എന്നാണ് പേര്. അപ്പോൾ 2 നാമ ഉണ്ടായിരിക്കണം. മനസ്സിലായി? ഒന്ന് ആ വിക്കഡ് വുമണായ നാമയുണ്ട്, ഒന്ന് നോഹയുടെ ഭാര്യ നാമയുണ്ട്. മനസ്സിലായി? 2 എണ്ണം. പക്ഷേങ്കിൽ ഡെഡ് സീ സ്ക്രോളിൻ്റെ അകത്ത് പറയുന്നത് ആ അമസേറ എന്ന് പറഞ്ഞൊരു അമസേറ എന്ന് തോന്നുന്നു, അത് എമ്മസേറ എന്നാണ്, അങ്ങനെ കണ്ടു കഴിഞ്ഞു ഒരു സ്ത്രീയുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഡെഡ് സീ സ്ക്രോളിന് അത്ര വിശ്വസിക്കാൻ റെഫറൻസിന് എടുക്കാൻ പറ്റുമോ അറിയത്തില്ല, ഐ ഡോണ്ട് നോ. അതേപോലെ പിന്നെ ഈ നാഗമാതി എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് വേറെ ഒരു ഡിഫറെൻറ്റ് പേരാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അങ്ങനെ 3 പേരാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ നാമ ഒരു വിക്കഡ് വുമൺ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നാമ എന്ന് പറഞ്ഞു. പക്ഷേ എമ്മസേറ എനിക്കും സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഈ 3 എണ്ണത്തിൽ ഒന്നെങ്കിൽ എമ്മസേറ അല്ലെങ്കിൽ നാമ, ഈ 2 എണ്ണം. മറ്റേ ബാർബലോ അല്ല, നാഗമാതി കംപ്ലീറ്റ്ലി ഞാൻ റിജക്റ്റ് ചെയ്യുക. മനസ്സിലായി? മറ്റേ 2 എണ്ണമാണ്.
അപ്പം അത് നോഹയുടെ പിന്നെ ആ, ഏം, പിന്നെ അടുത്ത പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ കാര്യത്തെപ്പറ്റി ഈ സ്പിരിച്വൽ മീനിങ് 120 കൊല്ലം നമുക്ക് ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും ദൈവം നമുക്ക് ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ അതിൻ്റെ അകത്ത് കയറിയത് വളരെ 8 പേരേ ഉള്ളൂ. മനസ്സിലായി? അതിനൊരു സ്പിരിച്വൽ മീനിങ് ഉണ്ട്. അത് ഞാൻ വരുമ്പോൾ പറയാം. 9 മുതൽ ഉള്ള കാര്യങ്ങളിൽ ആദ്യം നോഹയുടെ മക്കളുടെ കാര്യം പറയുന്നു. പിന്നെ കറപ്ഷൻ ആയി പറയുന്നു. ദൈവം എല്ലാവരെയും കൊല്ലുമെന്ന് പറയുന്നു. പിന്നെ ഗോഫർ മരം പറയുന്നു, അതിൻ്റെ അളവ് എത്ര എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഏതൊക്കെ ജീവജാലങ്ങൾ അതിൻ്റെ അകത്ത് കയറണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞു. അപ്പം ഏറ്റവും അവസാനം പറഞ്ഞ് നോഹ ഡിഡ് സോ ജസ്റ്റ് ആസ് ഗാഡ് കമാൻഡഡ് ഹിം സോ ഈ ഡിഡ്. മനസ്സിലായി? ദൈവം പറഞ്ഞ പോലെ തന്നെ അഡോണായി പറഞ്ഞതുപോലെ തന്നെയെല്ലാം നോഹ ചെയ്തു എന്നാണ് പറയുന്നത്. മനസ്സിലായി? അപ്പം 3 തട്ടുണ്ട്. മനസ്സിലായി? 3 തട്ടുണ്ട്. അതിനും ഒരു സ്പിരിച്വൽ മീനിങ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊരിന്ത്യർ കാണുന്ന പോലെ അതും നമ്മളവിടെ 3 അല്ല അതിൽ കൂടുതലുണ്ട്. പക്ഷേങ്കിൽ 3 ക്ലിയറായിട്ട് നമുക്ക് ഒരാൾക്ക് കാണാം. പ്രാകൃതൻ, ജനീകൻ, ആത്മീയൻ. മനസ്സിലായി? എന്ന് പറയുന്ന പോലെ ഏറ്റവും താഴത്തെ തട്ടിൽ ആനിമൽ, അത് കഴിഞ്ഞ് ഫുഡിൻ്റെ, പിന്നെ നോഹയും മനുഷ്യരായിട്ടുള്ള ആൾക്കാർ. മനസ്സിലായി? അപ്പം താഴത്തെ മൃഗപ്രായർ, അത് കഴിഞ്ഞ് ജഡീകന്മാർ, ജഡത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അത് കഴിഞ്ഞ് സ്പിരിച്വൽ. മനസ്സിലായി? ആ ഒരു രീതി. ഇപ്പം ഇനിയും അടുത്തത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഗോഫർ മരം എന്നുള്ളത് പിന്നെ ഒരു ഗോഫർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഒരു വുഡ്. അതിന് ഒത്തിരി ടേക്കുണ്ട്. ഓക്കെ, ഗോഫർ എന്ന് പറഞ്ഞ ഒരു വുഡ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഫ്ലഡിന് ശേഷം അതില്ല. മനസ്സിലായി? പക്ഷെങ്കിൽ ഗോഫർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നുണ്ടെങ്കിലും ഹീബ്രുവിൽ അത് KG അല്ല ക വരുമ്പോൾ ഖോഫിൻ്റെ ഗിമേലല്ല ഖോഫിൻ്റെ. മനസ്സിലായി? ആ ഖോഫിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്. ഗ്രീക്ക് ട്രാൻസ്ലേഷൻ അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത സൈപ്രസ് വുഡ് എന്ന് പറഞ്ഞു. മനസ്സിലായി? ഇതേതൊരു വുഡാണോ ആ വുഡ് ലൈറ്റ് വെയ്റ്റും ഡ്യൂറബിലിറ്റി ഉള്ളതാണ്. അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ അകത്തുനിന്ന് റെസിൻ വരുന്ന ഒരു വുഡാണെന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഖോഫ് എന്ന് പറയുമ്പം അത് പിച്ച് ഈ വെള്ളം കയറാതിരിക്കാൻ, ലീക്ക് വരാതിരിക്കാൻ വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വുഡിൻ്റെ ചെത്തുമ്പം അതിൻ്റെ അകത്തുനിന്ന് ഒരു പശപ്പ് വരും. ഈ പശപ്പ് തമ്മിൽ ഒട്ടിച്ച് വയ്ക്കുന്നുണ്ടെങ്കിൽ സീൽ ആയിട്ടിരിക്കും. മനസ്സിലായോ? സീലായിട്ടിരിക്കും. ഇതൊന്നും വെള്ളം കയറാതിരിക്കാൻ വേണ്ടി സീലായിട്ടിരിക്കും. അതിൻ്റെ അകത്ത് റെസിൻ വരും. നമുക്കറിയാം ചില മരങ്ങളിൽ നമ്മൾ ഒന്ന് അതിൻ്റെ ആദ്യത്തെ തൊലി ഇളക്കി കഴിഞ്ഞാൽ ഒരു ഇത് വരും, ഒരു പശപ്പ് പോലുള്ള സാധനം വരും. അപ്പം അതേപോലെയുള്ളൊരു വുഡായിരിക്കണം. മനസ്സിലായി? അതിങ്ങനെ ഒട്ടിച്ച് ഉണ്ടാക്കി. പക്ഷേ എങ്കിലും ഉണ്ടാക്കിയ ആ ഒരു ആർക്കിടെക്ട് ഇതേപോലൊരു സംഭവം എനിക്ക് തോന്നില്ല അന്നത്തെ കാലത്ത് നോഹയുടെയൊക്കെ സമയത്ത് ഉണ്ടാക്കിയത്. അൺഇമാജിനബിൾ. വിത്ത് അത്രയും ഇന്നത്തെ കാലത്ത് വലിയ ടെക്നോളജി വെച്ച് നമുക്ക് ബർജ് ഖലീഫയും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പാം ഐലൻഡും അതും ഇതും അങ്ങനെ ഒത്തിരി വലിയ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറയാം. പക്ഷെ അന്ന് ഒരു ടെക്നോളജി ഇല്ലാത്ത സമയത്ത് അത്രയും ഉണ്ടാക്കിയെന്ന് പറയുമ്പം അതൊരു അതേപോലെ ഇപ്പം നിങ്ങൾ പുറകെ ചിന്തിച്ച് നോക്കുമ്പം ആദ്യമായിട്ട് തീ വന്നത്, മനുഷ്യനെ തീ ബൈബിളിൽ പറയുന്നത് എവിടെ നിന്നാണെന്നറിയാം? നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. ആദ്യത്തെ തീ എവിടെ നിന്നാണ് വന്നത്? മനുഷ്യൻ എങ്ങനെ തീ ഉണ്ടാക്കി? മനുഷ്യന് തീ എങ്ങനെ കിട്ടിയത്? ഒന്ന് ചിന്തിച്ച് നോക്ക്, ആലോചിച്ച് നോക്ക്. ഓക്കെ, അപ്പം എന്ന് പറയുന്ന പോലെ പല കാര്യങ്ങളും നിങ്ങൾ ആ രീതി ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷനിൽ കാണാതെ പഴയ രീതി ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പം ഗോഫർ വുഡ് എന്ന് പറഞ്ഞാൽ അതേപോലത്തെ അങ്ങനത്തെ ഗോഫർ വുഡിന് പറയുന്നുണ്ട്. ഒത്തിരി ഡിഫറെൻറ്റ് ട്രാൻസ്ലേഷൻ. പെട്ടെന്ന് പറയും, ഈ ഗമലല്ല കോഫർ. മനസ്സിലായി? അങ്ങനെ വരുന്നുണ്ടേ. അതിന് ഹിബ്രു പറയുന്ന പിച്ച് എന്നാണ് പറയുന്നത്. ഗോഫർ എന്ന് പറഞ്ഞാൽ വുഡ്. മനസ്സിലായി? കോഫർ എന്ന് പറയുമ്പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ അതിനെന്താ പശപ്പ്.
ഉള്ള. അപ്പം അതിൻ്റെ ഹീബ്രു റൂട്ട് വേർഡ് എടുത്ത് വരുമ്പോൾ ആ റൂട്ട് വേർഡിൽ നിന്നാണ് വരുന്നത് കിപ്പൂർ എന്ന് പറയുന്നത്. യോങ് കിപ്പൂർ എന്ന് പറഞ്ഞാൽ ഡേ ഓഫ് അറ്റോൺമെൻറ്റ്. അപ്പം കവറിങ്, അറ്റോൺമെൻ്റ് അല്ലേ കവറിങ്. അപ്പം നമ്മളുടെ പാപങ്ങൾ വഹിക്കാനായി ഡേ ഓഫ് അറ്റോൺമെൻറ്റ് അവരെന്തിനാ ചെയ്യിക്കുക? അറ്റോൺമെൻറ്റ് അറ്റ് വൺ ടൈം, മനസ്സിലായി, ഒരിക്കലായിട്ട്, മനസ്സിലായി, നമ്മൾക്ക് വേണ്ടി നമ്മളുടെ ഗോഫർ വുഡായി നമ്മുടെ ആർക്കയക്കുന്ന ആരാ? യേശു ക്രിസ്തു, മനസ്സിലായി. മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, നമുക്കൊരു വുഡ് തന്നു. ആ വുഡിൽ നമ്മൾ രക്ഷയ്ക്കായി ആ വുഡല്ല, ഒരു ആർക്ക് തന്നു. ആ ആർക്കിൽ നമ്മൾ രക്ഷയായി വിശ്വാസത്തോടെ കയറുക. പോളിബ്യൂറോ അങ്ങനെയൊന്നുമല്ല, വിശ്വാസത്തോടെ നമ്മൾ അതിൽ കയറുക. ഓക്കെ, കയറുക. അപ്പം അതാണ് അതിൻ്റെ സിംബലൈസേഷൻ, മനസ്സിലായി. കോഫർ എന്ന് വരുമ്പോൾ ആ ഡേ ഓഫ് അറ്റോൺമെൻറ്റ് ആയിട്ട് വരും. അപ്പം അതിൻ്റെ ആ ഒരു വുഡിൻ്റെ ഇത് അതുകൊണ്ട് ആർക്കുണ്ടാക്കി. ആ ആർക്കിൽ നമ്മുടെ പുതിയ പത്രോസിൻ്റെ ലേഖനത്തിൽ വരുമ്പം നോഹ എന്ന് പറഞ്ഞാൽ 8 പേര് വെള്ളത്തിൽ കൂടെ കടന്നു. അതൊരു സ്നാനത്തിന് മുൻകുറി, മനസ്സിലായി. അപ്പം എന്ന് പറയുന്ന പോലെ, മനസ്സിലായി, അതാണ് ഗോഫർ എന്നുള്ള ഗോഫർ എന്ന് ഇവിടെ എഴുതി വെച്ചു. അങ്ങനെ ഒരു വുഡ് ഉണ്ടെങ്കിൽ അത് പണ്ടേ ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല. ഓക്കെ, വുഡ്. പക്ഷേങ്കിൽ അത് കെ ചേർത്താൽ ചില വേർഡുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും, മനസ്സിലായി. അപ്പം ആ കെ ചേർത്താണെന്നുണ്ടെങ്കിൽ റൂട്ട് വേർഡ് വെച്ച് നോക്കണേ. ഗോഫറിന് റൂട്ട് വേർഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേറെ അർത്ഥമില്ല, മനസ്സിലായി. ആ സമയം കെ വെച്ചാണ് ഗോഫർ അതിൻ്റെ ഈ ഗ്രീക്കിൻ്റെ ആ വേർഡിൻ്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ വരുമ്പം അതിൻ്റെ ഇംഗ്ലീഷ് എടുത്ത് നോക്കുമ്പോൾ സൈപ്രസ് വുഡാണ്, മനസ്സിലായി. അപ്പോൾ അങ്ങനെ വരും. അത് റൂട്ട് വേർഡ് നോക്കുമ്പോൾ യോങ് കിപ്പോർ ഡേ ഓഫ് അറ്റോൺമെൻറ്റ്, സ്പിരിച്വൽ, നമ്മുടെ ഡേ ഓഫ് അറ്റോൺമെൻറ്റ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മുടെ ഡേ ഓഫ് അറ്റോൺമെൻറ്റ് ആരാണ്? യേശു ക്രിസ്തു. ഓക്കെ, യേശു ക്രിസ്തു ഒരിക്കലായി നമ്മൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു, നമ്മളുടെ പാപങ്ങൾക്കായി മരിച്ചു, നമ്മളെ രക്ഷയ്ക്കായി. നമ്മുടെ ആർക്ക് ആരായിത്തീർന്നു? യേശു ക്രിസ്തു. നമ്മൾ വിശ്വാസത്തോടെ അതിൽ കയറുക. ഓക്കെ, അതാണ് ഗോഫർ വുഡിൻ്റെ വേറെ ഒരു ഗോഫർ വുഡ് എന്ന് പറയുന്നത്. ഒത്തിരിയും അഭിപ്രായങ്ങളുണ്ട്, മനസ്സിലായി. ഗോഫർ വുഡ് എന്നാണെന്നുണ്ടെങ്കിൽ അതിന് വേറെ ഒരെണ്ണമില്ല. കെ എർത്താണെന്നുണ്ടെങ്കിൽ ഇത്. പിന്നെ അല്ല, അങ്ങനെ ഒരു ഗോഫർ വുഡ് ഉണ്ടെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്തു പോയി, ഇനി അതില്ല. ഓക്കെ, അപ്പം അങ്ങനെ പറയുന്നു. പിന്നെ അത് കഴിഞ്ഞ് അത് എത്ര തട്ടുകളായിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഈസി ആയിട്ടുള്ള പെട്ടെന്ന് പറഞ്ഞു പോവുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഒന്ന് മൃഗപ്രായർ, ഒന്ന് ജഡീകമായ പ്രാകൃതന്മാർ, അത് കഴിഞ്ഞ് ഏറ്റവും ആത്മീയൻ. ഓക്കെ, ആത്മീയൻ എന്നുള്ള അർത്ഥം. ഓക്കെ, പിന്നെ നിങ്ങൾ നമ്മളെല്ലാവരും ചോദിക്കുന്ന ചോദ്യം, സിംഹമൊക്കെ മറ്റുള്ള മൃഗങ്ങളെ തിന്നത്തില്ല? ഇല്ല, അതുവരെ സിംഹം അക്കോർഡിംഗ് ടു എല്ലാ ബൈബിൾ ട്രാൻസ്ലേറ്റർ വരെ പുല്ലാണ് തിന്നുകൊണ്ടിരുന്നത്. ഓക്കെ, ഇപ്പം ഇതിന് ശേഷം ഒരു വ്യക്തി വരുന്നുണ്ട്, ഒരു മഹാവീരനായിട്ടുള്ള ഒരു വ്യക്തി വരുന്നുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് ആര്? ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു മൈറ്റി ഹണ്ടറായി എന്ന് പറയുന്നത് നിമ്രോദ്. ഓക്കെ, ആ നിമ്രോദിൻ്റെ സമയത്താണ് മൃഗങ്ങളെ, ഇതിന് മുമ്പേ മൃഗങ്ങളെ പീഡിപ്പിക്കുമായിരുന്നെങ്കിൽ ഇതിന് ശേഷം മൃഗങ്ങളെ കൊല്ലാൻ തുടങ്ങി ആഹാരത്തിനായി, മനസ്സിലായി. അതിന് ശേഷം മൃഗങ്ങൾ എന്തോ എടുത്തോന്ന് വെച്ചാൽ കൊല്ലുന്നതെന്നൊക്കെ പറഞ്ഞാൽ അതിന് ജീവനോടിരിക്കുന്ന ഒരു മൃഗത്തിൻ്റെ ഒരു കാല് ചെത്തിയെടുത്തോണ്ടാ പോകും, മനസ്സിലായി. അതിനെ ഫുള്ള് കൊല്ലത്തില്ല, അതിനെ നരകിച്ച് അങ്ങനെ പേടിച്ചാണ് ഈ സിംഹങ്ങളും അതും ഇതുമൊക്കെ ഈ കാർണിവോറസ് ആയി തീർന്നത്, മനസ്സിലായോ. അപ്പം ഞാൻ പണ്ട് മുതലേ ഇതിനെപ്പറ്റി ഇതിൻ്റെ ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇത് നടത്തുക. അപ്പം അത് മെയിനായിട്ട് തുടങ്ങി ഈ നിമ്രോ എന്ന് പറഞ്ഞ വ്യക്തി ആരാന്നുള്ള അറിഞ്ഞപ്പോൾ തൊട്ട് അതിൻ്റെ ഒരു ബെസ്റ്റ് അലക്സാണ്ടർ ഹിസോപ്പ് എഴുതിയ ടു ബാബിലോൺ, മഹിദേയ ബാബിലോൺ എന്ന് പറഞ്ഞ് അലക്സാണ്ടർ ഹിസോപ്പ് എന്ന് പറഞ്ഞ് ഒരാളൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, മഹിദേയ ബാബിലോൺ എന്ന് പറഞ്ഞ്.
അത് അതിൻ്റെ അകത്ത് വായിക്കുമ്പോൾ ഈ നിമ്രോദ് ആരാന്നും നിമ്രോദ് എന്തൊക്കെയാണ് ചെയ്തതെന്നും ഒക്കെ പറയുന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തിൽ നിന്നാണ് പറയും മൃഗങ്ങൾ ആ സമയം തൊട്ടാണ് പിന്നുള്ള സമയം തൊട്ടാണ് മൃഗങ്ങൾക്ക് മനുഷ്യരോട് പേടിയും. അവർ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്, നമ്മളെ കൊല്ലണമെന്ന് വിചാരിച്ചല്ല. മനസ്സിലായി? അപ്പം അങ്ങനെയൊക്കെ വരുന്നതും ഒക്കെ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം എങ്ങനെ കയറി അവർക്ക് പോച്ചയായിരുന്നു ഫുഡായിട്ട് വന്നത്. മനസ്സിലായി? ആ ഫുഡുകളൊക്കെ പിന്നെ ഇവരുടെ വിസർജനം അതെനിക്ക് ആയിരൊന്നോ എങ്ങനെയായിരിക്കും കളഞ്ഞെന്ന് ഒരു ഐഡിയ ഇല്ല. ഇതിവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അതിന് ഒരു വാതിൽ പിന്നെ ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ എങ്ങനെ കളയും ആയിരൊന്നോ. അപ്പോൾ ഈ ഇത്രയും ദിവസത്തെ വിസർജനം വെച്ചുകൊണ്ട് എങ്ങനെ നോഹയും അവരൊക്കെ മേളിൽ കിടന്നുറങ്ങിക്കാണും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും ആനിമൽ 120 പ്രകാരം ഈ 120 ഒത്തിരി അർത്ഥമുണ്ട്. മനസ്സിലായി? ഒന്ന് സയൻറ്റിഫിക് പറഞ്ഞു, ആത്മീയാർത്ഥം പറഞ്ഞു. 120 മൃഗങ്ങൾ ക്ലീനായിട്ടുള്ളത്, ആണും പെണ്ണുമായിട്ടുള്ള 120 സ്പീഷീസ് അതിൻ്റെ അകത്ത് കടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായി? അതാണ് 120 ഒത്തിരി സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് പറയുന്നത്. ഒത്തിരി അർത്ഥങ്ങളുണ്ട് അതിന്. അപ്പം 120 ആനിമൽ കാണാം. അപ്പോൾ ആ 120 സ്പീഷീസ് ഉണ്ടെങ്കിൽ ആ 120 വിസർജിച്ച് എങ്ങനെയായിത്തീരും. അപ്പോൾ ഇത്രയും ആനിമൽ കയറുന്നുണ്ടെങ്കിൽ ആ കപ്പലിൻ്റെ കപ്പലെന്ന് പറയാൻ പറ്റത്തില്ല, ആർക്കെന്ന് വേണം പറയാൻ. ഷിപ്പല്ല, ബോട്ടല്ല, അങ്ങനെയൊന്നുമല്ല, ആർക്കെന്ന നമ്മൾ നിങ്ങൾ പറ്റുമെങ്കിൽ ദ ആർക്ക് എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ കെൻറ്റക്കിയിലുള്ള ലെക്സിങ്ടൺ കെൻറ്റക്കിയിൽ അവിടെ പോയി നിങ്ങളൊന്ന് കാണണം. അത് നിങ്ങൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഞെട്ടിപ്പോവും അതിൻ്റെ ഇതെന്താണ്. ആർക്കിൻ്റെ അകത്ത് അത്രയും വലിപ്പം അത്രയും ഉള്ളത് വെള്ളത്തിൽ ഫുള്ള് ഫ്ലോട്ട് ചെയ്ത് കിടത്തിട്ടുണ്ടെങ്കിൽ ആയിരുന്നു നമ്മുടെ മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറത്താണ്. മനസ്സിലായി? എനിവേ, അതങ്ങനെ 3 തട്ടുകളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അതിൻ്റെ ആത്മീയാർത്ഥം പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കണം. ഡേ ആൻഡ് ലൈറ്റ്, വെളിച്ചം കിട്ടാൻ വേണ്ടി ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ ഫ്ലഷിനെയും ഞാൻ അതൊക്കെ ഓരോ മൃഗങ്ങൾ ആണും പെണ്ണുമായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പേ പല മൃഗങ്ങളെയും ഇത് ചെയ്തിട്ടുണ്ട്, എന്തുവാ അബ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായി? ഹൈബ്രിഡ് ഇതാണ്. ഇപ്പം ഞാൻ കഴുതയും കുതിരയുടെയും കൂടെ ഇണ ചേരുമ്പോഴാണ് മ്യൂൾ എന്ന് പറഞ്ഞ് കോവർ കഴുത എന്ന് പറഞ്ഞ് വരുന്നത്. മനസ്സിലായി? അപ്പോൾ അതേപോലുള്ള അൺക്ലീൻ ആനിമൽസിനെ ഒന്നും ഇവിടെ കൊണ്ടുവരാൻ ഇതേപോൾക്ക് വന്ന് കാണത്തില്ല. ഉള്ളി ക്ലീനായിട്ടുള്ള ഇത് വന്നിട്ടുള്ളൂ. എല്ലാത്തിലും 2 വെച്ച്, പിന്നെ ശുദ്ധിയുള്ള യാഗം കഴിക്കാൻ പറ്റിയതായിട്ടുള്ള 7 കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നു. മനസ്സിലായി? അപ്പം ഇത്രയും മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ 120 ആത്മീയാർത്ഥവും ഗോഫർ വുഡിൻ്റെ പ്രാധാന്യവും പിന്നെ ഓരോ തട്ടിൻ്റെ ഇതും പിന്നെ മൃഗങ്ങൾ എങ്ങനെ കയറി. മനസ്സിലായി? നോഹ പ്രസംഗിച്ചു, മനുഷ്യർ ഒറ്റ ഓർമ്മ വന്നില്ല, പക്ഷെ മൃഗങ്ങളെല്ലാം വന്നു. മനസ്സിലായി? സകല മൃഗങ്ങളും അതിൻ്റെ അകത്ത് കയറി. മനസ്സിലായി? പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മളെ ചിന്തിച്ച് നോക്കി, നമ്മളുടെ മനുഷ്യൻ ഭയങ്കര ഇതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വിശ്വാസികളാണെന്നും ദൈവമക്കളാണെന്നും നമ്മളെല്ലാം ചെയ്യുന്നു പറഞ്ഞിട്ട് നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പറിനെ വേണം. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധി പോകാനോ ദൈവത്തിൻ്റെ ഇത് എടുക്കാനോ പറ്റുന്നില്ല. മനസ്സിലായി? നമുക്ക് മറ്റുള്ള ആൾക്കാരിൽ ആശ്രയം, ദൈവത്തോട് പ്രാർത്ഥിക്കാനോ ആ ദൈവത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഇത് കാത്തിരിപ്പ് വെയിറ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് ഇതില്ല. നമ്മൾ തന്നെ ചാടിക്കറി അങ്ങ് ഡെസിഷൻ എടുക്കുക. എനിവേ, ഇതാണ് ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. പിന്നെ ഈ സൈപ്രസ് വുഡിൻ്റെ സൈപ്രസ് അല്ല, ഗോഫർ വുഡിൻ്റെ ഒത്തിരി സ്പിരിച്വൽ മീനിങ് ഉണ്ട്. ആ സ്പിരിച്വൽ മീനിങ്ങിൽ ഒന്നാണ് നോഹ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. മനസ്സിലായി? ദൈവത്തോട്
ദൈവം പറഞ്ഞു, നോഹേ, ഞാനൊരു ജലപ്രളയം വരാൻ പോകുന്നു. ഒറ്റ മനുഷ്യൻ വിശ്വസിച്ചിട്ടില്ല. മനസ്സിലായി? നോഹ അത് വിശ്വസിച്ച് എനിക്കറിയത്തില്ല എന്ത് കണ്ടോണ്ടാണ് നോഹ ആർക്കുണ്ടാക്കി. മനസ്സിലായോ? എൻ്റെ ജീവിതത്തിലും പലപ്പോഴും ഇത് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നീ എന്ത് കണ്ടോണ്ടാണ്, നിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നിനക്കറിയാവുന്നത്? മനസ്സിലായി? മാനുഷികമായ ഹൗ ഡു വി നോ ദാറ്റ് എന്നുള്ള ചോദ്യം. മനസ്സിലായി? പല 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 ചോദ്യങ്ങൾ മനുഷ്യർ ചോദിക്കും. മനസ്സിലായി? ഇത് കളിയാക്കി. ഞാൻ പറഞ്ഞ നാമെന്ന് പറഞ്ഞാൽ പെണ്ണ് ഒത്തിരി കളിയാക്കിയിട്ടുണ്ടെന്ന്. വിക്കഡായിട്ടുള്ള വുമനായിരുന്നു. നോഹയുടെ ഭാര്യ അല്ലാത്ത മറ്റേ ആ സ്ത്രീ എന്നാൽ കൈൻ്റെ ലാമേക്കിൻ്റെ മകളായ ഇത് മനസ്സിലായി? അപ്പം അഥവാ നോഹ ആ ലാമേക്കിൻ്റെ മോളെയാ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ പൊരുത്തപ്പെട്ട് പോയി കാണത്തില്ല. മനസ്സിലായി? പൊരുത്തപ്പെട്ട് ഇത് എൻ്റെ ഇതെങ്ങും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടത് ഞാൻ വിചാരിക്കുന്നത് 2 നാമ ഉണ്ട്. കാരണം 2 ഹാനോക്കുണ്ട്, 2 ലാമേക്കുണ്ട്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇത് 2 നാമ കാണുമെന്ന് ചോദിച്ചു. അഥവാ അല്ല എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർക്കത് എൻകൗണ്ടറി പോകുന്നുണ്ടെങ്കിൽ ആ നാമ എന്ന് പറഞ്ഞാൽ പെണ്ണ് ഇങ്ങനെ എന്തുവാ നോഹ കളിയാക്കുന്നത് ഒക്കെ കാണും. അപ്പം ഒരു പക്ഷേ സ്വന്തം ഭാര്യ പോലും എഗനസ്റ്റായിട്ട് നിന്നെന്ന് പറയേണ്ടി വരും. പക്ഷേ എങ്കിൽ ഈ ബൈബിളിൽ അത് എവിടെയും പറഞ്ഞിട്ടുണ്ട്. നോഹ ഭാര്യയും 3 പൈതങ്ങളും അവരുടെ ഭാര്യമാർ 8 പേരാണ് രക്ഷപ്പെട്ടത്. മനസ്സിലായി? അപ്പം നോഹയുടെ ഭാര്യ നാമയാണെന്നുണ്ടെങ്കിൽ, കളിയാക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് ഈ നാമ ആകാൻ പറ്റത്തില്ല. മനസ്സിലായി? അപ്പം എനിവേ അങ്ങനെ ഒരു സമയത്ത് മനുഷ്യരെല്ലാവരും കളിയാക്കിയ സമയത്തും മനുഷ്യരെല്ലാവരും കുറ്റം പറഞ്ഞ സമയത്തും നോഹ ദൈവത്തിൽ വിശ്വസിച്ചു. മനസ്സിലായി? നോഹ ദൈവത്തിൽ വിശ്വസിച്ചു ഒരാൾക്കുണ്ടാക്കി. മനസ്സിലായി? ദൈവം പറയുന്നത് ലെസൺ ചെയ്തു, മനുഷ്യർ പറയുന്നതല്ല ലെസൺ ചെയ്യും. മനുഷ്യർ പല രീതി വ്യൂ കാണും. ചില ആൾക്കാർ പറയും എല്ലാം പോസിറ്റീവായിട്ട് കാണണം, ചില ആൾക്കാർ അത് പറയും, ഇത് പറയും, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെങ്കിൽ നോഹ അങ്ങനെയല്ലായിരുന്നു. നോഹ ദൈവം എന്തു പറഞ്ഞു അതിന് പ്രകാരം അത് മനുഷ്യ ജീവിതത്തിൽ ചിന്തിക്കുമ്പം അത് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി? എല്ലാ ആൾക്കാരും ഇന്നേ വരെ മഴ പെയ്തിട്ടില്ല, പക്ഷെ നീ എന്തിനാണ് നോഹ ഈ ആർക്കുണ്ടാക്കുന്നത്? ഇന്നേ വരെ മഴ പെയ്തിട്ടില്ല. ഏതോ പട്ടത്തിൽ നീ കണ്ട സ്വപ്നം കണ്ടയാണെന്നും അത് പറഞ്ഞയാണെന്നും ഇന്ന് ഇതേപോലെ ഇങ്ങനെയാണ് നമ്മൾ പ്രവാചകന്മാരെ. ഇതാണ് കുറച്ച് മുമ്പേ ഞാൻ പറയാൻ, നമ്മുടെ ജീവിതത്തിൽ എന്തൊരു കാര്യം നടക്കുന്നതിന് മുമ്പേ ദൈവം നമ്മളെ മുൻകൂട്ടി അറിയിക്കും. പക്ഷെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് സ്പിരിച്വലി പരിശുദ്ധമാവനാൽ നമ്മൾ സ്പിരിച്വലി ദൈവം നമ്മളെ മുൻകൂട്ടി അറിയിക്കാതെ ഇപ്പോൾ ഒരു മൃഗപ്രായനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പ്രവാചകനിൽ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം സ്വപ്നത്തിൽ കൂടെ ആയിരിക്കും, ചിലപ്പം വേറൊരു വ്യക്തി കൂടെ ആയിരിക്കും. നിനക്ക് വരാൻ പോകുന്ന ഒരു കാര്യം ദൈവം മുൻകൂട്ടി ഡെഫിനറ്റ്ലി അറിയിക്കും. പക്ഷെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു ഇതറിയാം. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ദൈവത്തോട് പറയുമേ, ഒരു കാര്യം നടക്കുന്നതിന് മുമ്പേ ഡോണ്ട് ബി സർപ്രൈസ്. കാരണം എൻ്റെ മകൻ്റെയും പപ്പായുടെയും കാര്യത്തിൽ വന്നപ്പം ഞാൻ റിയലി സർപ്രൈസ്ഡ് ആയിരുന്നു. മനസ്സിലായി? അപ്പോൾ ഒരു കുഴപ്പമില്ലാതിരുന്ന വ്യക്തി പെട്ടെന്ന് ആയപ്പം വല്ലാണ്ടങ്ങായിപ്പോയി. കാരണം എൻ്റെ ഒരു താങ്ങ് പോയി. അപ്പം അങ്ങനെ വന്നപ്പം ഞാൻ ശരിക്കും ഇതായിപ്പോയി. അപ്പം ഞാൻ ദൈവം ഉണ്ടോയെന്ന് വരെയൊക്കെ ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ഒക്കെ രീതിയിലുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിന് ശേഷം ഞാൻ ദൈവമേ, എനിക്ക് അങ്ങനെ പോലും ഇനിയും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ചിന്തിക്കാനിടയാക്കുക എന്നോട് ദൈവമേ മുൻകൂട്ടി അറിയിക്കണം. അന്ന് മുതൽ മിക്കവാറും കാര്യങ്ങൾ എന്നെ അറിയിക്കും. പക്ഷേ ചില കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാതായി പോയിട്ടുണ്ട്. മനസ്സിലായി? അപ്പം നമുക്കറിയാതെ വരുമ്പോഴാണ് പ്രവാചകൻ വരിക. പക്ഷെ ഇന്ന് നമ്മളെന്തോ എടുക്കുന്നത്, നമ്മുടെ ഫ്യൂച്ചർ അറിയാൻ വേണ്ടി പ്രവാചകന്മാരെ വിളിച്ചു നിർത്തി. മനസ്സിലായോ? ചുമ്മാ അവരാണെന്നുണ്ടെങ്കിൽ അവരോടൊന്നും ദൈവം പറയത്തില്ല, പക്ഷെ അവർക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോണ്ടേ. അല്ലെങ്കിൽ നമ്മൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ നാളെ പറയും ആ പ്രവാചകന് ഒന്നും അറിയത്തില്ല, ഒന്നും പറയത്തില്ലെന്ന്. ആ പുള്ളിയുടെ നിലനിൽപ്പിന് പറയണ്ടേ. അതുമല്ല പറഞ്ഞില്ലെങ്കിൽ ഇവർ പിന്മാറ്റത്തിലോ എല്ലാം പോയി കഴിഞ്ഞാൽ
ഈ ദൈവദാസനല്ലേ. അപ്പോൾ ദൈവദാസൻ ദൈവത്തോട് ആ സമയത്ത് എന്താ കടലിലും ഇതിനും ഇടയ്ക്ക് പറ്റിപ്പോയ അവസ്ഥയായപ്പോൾ ആ ദൈവദാസൻ പിന്നെ അന്നേരം ദൈവത്തോട് കാര്യം ഇരുന്ന് മനസ്സിലാക്കി പറയും. ചിലത് ക്ലിയറായിട്ട് പറയും. അത് നമ്മൾ ദൈവസന്നിധി കോഴി എന്നൊരു പറയുമ്പം ബേസിക്കലി നമുക്ക് പ്രവാചകന്മാരെ വിളിക്കാൻ ഞാൻ പ്രവചനത്തിനും പ്രവാചകന്മാർക്കും എതിരല്ല. ഓക്കെ, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആവശ്യമില്ലാതെ ഓരോ ഇതേപോലുള്ള ഏത് കാര്യത്തിനും നമ്മുടെ ഫ്യൂച്ചർ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് ഇത്. മനസ്സിലായി? അപ്പം ആവശ്യമില്ലാത്ത കാര്യത്തിന് പ്രവാചകന്മാരെ വിളിച്ച് നമ്മൾ ഇത് ചെയ്യാതെ നമ്മൾ തന്നെ ദൈവസന്നിധിക്കാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, എനിക്ക് ഓരോ കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കണമേ, എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഓരോ കാര്യങ്ങളും മുൻകൂട്ടി അറിയിക്കണമേ എന്ന് പറയുമ്പം ദൈവം നമ്മളെ മുൻകൂട്ടി അറിയിക്കും. അതിനുവേണ്ടി ഇന്ന് പ്രാർത്ഥിച്ച് മനസ്സിലായി നമ്മളതിനെ ജയിച്ചാൽ മതി. മനസ്സിലായി? അപ്പം അങ്ങനെ ഓരോ കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ നോഹയുടെ കാര്യത്തിലായാലും നോഹ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വിശ്വസിച്ച് ഒരു കാര്യം ഇന്നേ വരെ ജീവിതത്തിൽ നടന്നിട്ട് വലിയ എന്തിനാ ആർക്കുണ്ടാക്കുന്നത്. എന്നോടും പല സമയത്തും ആൾക്കാർ ചോദിക്കുക, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, എന്തിനാണ് ഇത് പറയുന്നത്, എന്തിനാണ് ഇതിങ്ങനെ പറയുന്നത്, മറ്റെല്ലാവരും അനുസരിക്കുമ്പോൾ നീ മാത്രം എന്തിനാ അഗനസ്റ്റായിട്ട് പോകുന്നത്. ബട്ട് ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റിനെ എനിക്ക് ശരിയായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായി? അതുകൊണ്ടാണ് ഞാനതിനെ പറയും ഇത് ചെയ്യുന്നത്. ഒരു തെറ്റ് നമ്മൾ കണ്ട ആ തെറ്റിനെ നമ്മൾ പിന്നെ എത്ര ന്യായീകരിച്ച് എത്ര ഷുഗർ കോട്ട് ചെയ്തിട്ട് അതിനെ ഇത് ചെയ്യാൻ പറഞ്ഞാലും തെറ്റ് തന്നെയാണ്. അത് ശരിയാകത്തില്ല. നമ്മൾ ഡോണ്ട് ബി ഫോൾഡും അതാകരുത്. നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ ഫൂളായി പോകാൻ ഇടയാകരുത്. ഓക്കെ, അത് കഴിഞ്ഞ് അങ്ങനെ നോഹ വിശ്വസിച്ചു. ആ നോഹ ആർക്കുണ്ടാക്കിയത് കൊണ്ട് എന്താ പറയുക, കുടുംബവും രക്ഷപ്പെട്ടു, അത്രയും മൃഗങ്ങൾ മറ്റാരും വന്നില്ല എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഉള്ള മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അത്രയും ഒരു സ്പീഷീസിനെയും ഒരു കുറച്ച് തലമുറ ഈ ഫ്ലഡിന് ശേഷം നമുക്ക് നോക്കി രക്ഷപ്പെടുത്താം. കുടുംബത്തെ രക്ഷിച്ചു, മൃഗങ്ങളെ രക്ഷിച്ചു, മറ്റാരും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ എന്ന് പറയുന്ന പോലെ. അപ്പം അതേപോലെ തന്നെ ഇപ്പം പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്ന കാര്യം ഭൂമിയുടെ തെറ്റ്. പാതാളം, ഭൂമി, സ്വർഗം. മനസ്സിലായോ? പാതാളം, മൃഗപ്രായർ, മനുഷ്യൻ, ആത്മീകം. മനസ്സിലായി എന്ന് പറയുന്ന പോലെ ഓരോ സിംബോളിക്കൽ വേ. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്തു. അപ്പം ഈ ഗോഫർ വുഡ് ഉണ്ടാക്കിയത് കാരണം ആ കറപ്റ്റഡ് വേൾഡ്, നശിക്കപ്പെടുന്ന ലോകത്തിൽ നിന്ന് ഒരു സെപ്പറേഷനായിരുന്നു ആ ആർക്ക്, ഗോഫർ വുഡ്. മനസ്സിലായോ? ഗോഫർ വുഡായിരുന്നു നശിക്കപ്പെടുന്ന ഫ്ലഡിൻ്റെ ഇവിടുന്നും എന്ന് പറയുന്നത് നമ്മളുടെ ഗോഫർ വുഡ് അല്ല ആർക്ക്, ജീസസ് ക്രൈസ്റ്റ്. ഓക്കെ, നശിക്കപ്പെടുന്ന ലോകത്തിൻ്റെ സെപ്പറേഷൻ വേണം. മനസ്സിലായി? ഇവിടെയും ദൈവം ഒരു സെപ്പറേഷനാണ് വരുന്നത്. എല്ലാ സ്ഥലത്തും നമുക്ക് സെപ്പറേഷൻ വേണം. ഓക്കെ, അപ്പം അതേപോലെ തന്നെ അങ്ങനെ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റുന്നില്ല നോഹ എന്തുകൊണ്ട് ഈ ആർക്കുണ്ടാക്കി. മനസ്സിലായി? കാരണം അന്ന് വരെ മഴ പെയ്തിട്ടില്ലെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ആർക്കുണ്ടാക്കി, ആർക്ക് വേണ്ടി? ദൈവം പറഞ്ഞു ഒരു മനുഷ്യനും അതിൻ്റെ അകത്ത് കയറിയില്ല. മനസ്സിലായി? നോഹൻ കുടുംബം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കുടുംബമെങ്കിലും കയറിയില്ല. അപ്പം പല സമയങ്ങളിലും എന്നോട് ചോദിക്കപ്പെടുന്നത് എന്തിനിത്, നമുക്ക് വില വേണ്ട. എന്നോട് എൻ്റെ വീട്ടുകാർ എന്നെ ചോദിച്ചിട്ടുള്ള നമുക്കൊരു വില വേണ്ടയോ, നമുക്ക് സമൂഹത്തിൽ നിൽക്കണ്ടായോ, നമുക്കൊരു മാന്യത വേണ്ടായോ. അതേപോലെ എന്നെ സ്നേഹിക്കുന്ന ഒരു ആങ്കിൾ എന്നോട് പറയുന്നത്, എനിക്ക് ആ ആങ്കിളിനെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഒരു ക്രൂഷ്യലായിട്ടുള്ള മൂമെൻറ്റിൽ ആ ആങ്കിൾ എനിക്കൊരു ഇതേപോലെയുള്ളൊരു ഇത് കൊണ്ടുതരും. അതുകൊണ്ട് എപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു അങ്കിൾ എന്ന് ഞാൻ പറയാം. അങ്കിൾ എന്നോട് എപ്പോഴും കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ഷിൻഡോ മരിക്കാൻ പോകുമ്പം അല്പം വെള്ളമെങ്കിലും ആരെങ്കിലും തരേണ്ടതാണ്. മനസ്സിലായോ? അപ്പോൾ ആരെയും പിണക്കരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. മനസ്സിലായോ? പക്ഷെ അപ്പം അങ്ങനെയുള്ള പറഞ്ഞിട്ടും പക്ഷെ എല്ലാവരും എന്നെ എതിർത്തിട്ടും എനിക്ക് തെറ്റിനെ തെറ്റായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. എനിക്ക് എൻ്റെ അത് റാപ്പ് അറൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായി? അപ്പം അതേപോലെ തന്നെ
ഇപ്പം നോഹയുടെ കാര്യത്തിൽ വന്നാലും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. നോഹ എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കി? ദൈവം പറഞ്ഞു എന്ന് എങ്ങനെ അറിയാം? ഹൗ ഡു വി നോ ദാറ്റ് ദൈവം പറഞ്ഞു എന്നുള്ളത്? മനസ്സിലായോ? അന്ന് വരെ മഴ വന്നിട്ടില്ല. പക്ഷേ കയറിൻ്റെ സമയത്ത് അവർ കയറിയോ? വിശ്വസിച്ചോ? ആരുമില്ല. മഴ വന്നപ്പോൾ എന്ത് പറ്റി? നൗ വാട്ട് ഹാപ്പൻ? ഓക്കെ, അതേപോലെ ഒബീഡിയൻസ്, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. അതിൻ്റെ ഏറ്റവും എന്തോ 8ാമത്തെ വാക്യത്തിൽ എല്ലാം തോന്നുന്നു. 8ാമത്തെ വാക്യം, നോഹ ഫൗണ്ട് ഫേവർ ഇൻ ദ ഐസ് ഓഫ് അഡോണായി. ദൈവത്തിൻ്റെ മുമ്പാകെ നോഹയ്ക്ക് കൃപ ലഭിച്ചു എന്ന് പറയുന്നു. അതേപോലെ തന്നെ വേറൊരു സ്ഥലത്ത് പറയുന്നത്, എനിക്കൊന്ന് 5ാം അധ്യായത്തിൻ്റെ ആദ്യമാണെന്ന് തോന്നുന്നു. നോഹ നീതിമാൻ ആയി നടന്നു എന്ന് നോക്കട്ടെ. അത് ഇല്ല, അവിടെ പറഞ്ഞിട്ടില്ല. നോഹ നീതിമാൻ ആയിരുന്നു എന്നൊക്കെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നോഹ നീതിമാനായി നടന്നു, ദൈവത്തിന് മുമ്പാകെ നടന്നതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് മനസ്സിലാക്കാനും ആ ഓരോ ആർക്കുണ്ടാക്കാൻ. മനസ്സിലായി? നമ്മൾ ദൈവം പറയുന്നത് ചിലപ്പോൾ അത് ഹ്യൂമൻ കോൺസെപ്റ്റിന് കോൺട്രഡിക്ടറി ആയിരുന്നെങ്കിലും ഒബേ ചെയ്യുക. മനസ്സിലായി? അത് നമ്മളെ ഇപ്പം ജോസഫിൻ്റെ സഹോദരന്മാരെ ഇതിട്ടു എങ്കിലും ദൈവം പിൽക്കാലത്ത് ആ ഒരു ജോസഫിനെ കൊണ്ട് സഹോദരന്മാരെയും കുടുംബത്തെ മുഴുവൻ രക്ഷിക്കാൻ ഇടയാക്കി, ഇല്ലയോ? മറ്റുള്ള എല്ലാവരും ഇത് നടന്നു. അപ്പം അതേപോലെ തന്നെ പ്രിസർവ് ചെയ്യാൻ ജോസഫിന് അവരുടെ കുടുംബത്തെ എന്ന് പറയുന്ന പോലെ ചിലപ്പം ദൈവം നമ്മളോട് പല കാര്യങ്ങളും മറ്റുള്ള ആൾക്കാരെ വിശ്വസിച്ചില്ല, കുടുംബക്കാരെങ്കിലും വിശ്വസിച്ച് കൂടെ നിൽക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് കഴിഞ്ഞാൽ ഈ വിക്കറ്റ് ജനറേഷനിൽ നശിച്ചു പോകാതെ പ്രിസർവേഷൻ. ഓക്കെ, അപ്പം അതുകൊണ്ട് അതേപോലെ ഈ കറക്റ്റഡ് വേൾഡ് ആയിട്ട് ഇരിക്കുക. മനസ്സിലായി? നമ്മുടെ ആർക്കാരാ? യേശു ക്രിസ്തു. മനസ്സിലായി? സെപ്പറേറ്റ് ലോകത്തിൽ നശിച്ചു പോകുന്ന ലോകത്തിൽ നിന്നും നമ്മളെ സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആർക്കും നമ്മുടെ ഗോ ഫോർവേഡും ആയ യേശു അറ്റോൺമെൻറ്റ് ഒരിക്കലായി നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നു, പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി. അങ്ങനെ ക്രിസ്തുവിനെ ധരിച്ചവരായി നമുക്ക് മുൻപോട്ട് പോകാം. പിന്നെ ലാസ്റ്റിലായിട്ട് ഒരു കാര്യം കൂടെ, ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെങ്കിൽ സ്വർഗം എവിടാണെന്നുള്ള കാര്യത്തില്ല. ആദ്യമായിട്ട് ഈ 16ാം നൂറ്റാണ്ടിലെ സ്വർഗമുണ്ട്, സ്വർഗം മേളിലാന്ന് പറഞ്ഞിട്ട് എന്തോ എടുത്തു കഴിഞ്ഞാൽ ഒരു റഷ്യൻ സയൻറ്റിസ്റ്റ് ഇത് കത്തിച്ച് മേളിപ്പോയി, ഈ വാനഗോളത്തിന് മേളിപ്പോയി. അവിടെ ചെന്നിട്ട് അവിടെ ഒരു സ്വർഗം കണ്ടില്ല, ഫുള്ള് സ്കൈയാണ്. പുള്ളി തിരിച്ചു വന്നിട്ട് പുള്ളി ഇതായി, എന്തോ ഏത്തിയസ്റ്റായി. മനസ്സിലായി? അങ്ങനെയാണ് അവിടെ കമ്മ്യൂണിസം ഒത്തിരി പ്രചരിക്കാൻ ഇടയായി. അതേപോലെ തന്നെ കമ്മ്യൂണിസത്തിൻ്റെ മെയിൻ ആയ കാൾ മാർക്സിൻ്റെ പിതാവ് ഒരു യഹൂദനായിരുന്നു. മനസ്സിലായി? അപ്പം യഹൂദൻ ആയിരുന്നെങ്കിലും ആ പിതാവിന് ഒരു കടയുണ്ടായിരുന്നു. ആ കട യഹൂദ സ്ഥലത്തായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ യഹൂദരെല്ലാം പോയി. അപ്പോൾ ആ ബിസിനസ് ശരിക്കും കിട്ടുന്നില്ല. അത് അവരവിടുന്ന് മാറി വേറെ ഒരു ഓർത്തഡോക്സ് മെത്തഡിസ്റ്റിൻ്റെ സ്ഥലത്ത് പോയി. അവിടെ ചെന്നപ്പോൾ എന്തോ എടുക്കുക, അത്രയും നാൾ സ്ട്രിക്റ്റായിട്ട് നിന്ന പിതാവ് ബിസിനസ് കിട്ടാൻ വേണ്ടി എന്തോ എടുത്തു, മെത്തഡിസ്റ്റായി മാറി. മനസ്സിലായി? മെത്തഡിസ്റ്റ് ചർച്ചിൽ പോകാൻ തുടങ്ങി. ഇത് കാർൽ മാർക്സിൽ വലിയ മുറിവേൽപ്പിച്ചു. മനസ്സിലായി? അങ്ങനെയാണ് കാർൽ മാർക്സ് ഇന്നത്തെ കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും ഇതായി. ആ കുഞ്ഞു ബാലനായിരുന്ന കാർൽ മാർക്സിൻ്റെ ജീവിതത്തിൽ വന്ന കൊച്ചു മുറിവേൽപ്പ്. അതേപോലെ ഈ റോക്കറ്റും കൊണ്ട് പോയ ആ ആളുകളുടെ ജീവിതത്തിൽ സ്വർഗമുണ്ട്, അവർക്കുണ്ട്. ആൾ സ്വർഗത്തിൽ ചെന്നപ്പം റോക്കറ്റുമായിട്ട് മേളിൽ ചെന്നപ്പം അവിടുന്ന് വാങ്ങുന്നുമില്ല. മനസ്സിലായി? അപ്പം അങ്ങനെ കുറേ ഇത് വന്നു. അപ്പം ഇത് പറയാൻ വന്നതെന്നു വെച്ചാൽ ഈജിപ്തിൽ ഇസ്രായേൽ മക്കളുണ്ടായിരുന്നു. 10 കൽപ്പന അവിടെ സംഭവിച്ചു. ഏതെങ്കിലും ഒന്ന് ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചു. 2 പേരും ഒരു സ്ഥലത്താണ് താമസിച്ചത്. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഈ പ്ലേഗ് ഇസ്രായേൽ മക്കളെ ബാധിച്ചു?
എന്ന് പറയുന്നത് സ്വർഗം നമുക്ക് ഈ ഭൂമിയിലായിക്കൂടെ? ആയിക്കൂടെ? അപ്പം ഈ ഭൂമിയിൽ ഇനിയും വരുമ്പം ദൈവത്തിന് ഒരൊറ്റ വാക്കിനാൽ ഈ ഭൂമിയെ തിരിച്ച് ഏതെനിക് സ്റ്റേജിൽ കൊണ്ടുവരാൻ കഴിയത്തില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഓക്കെ, ഏലിയൻ്റെ മറ്റൊരു സ്ഥലത്തുണ്ട്, അവിടെ ഉണ്ട്, പ്ലാനറ്റുണ്ട്, ഇതുണ്ട്, മറ്റേതുണ്ട്, അതിൻ്റെയൊക്കെ ചിന്താഗതി എന്തിനാണ് വരുന്നത്? മനസ്സിലായി? ഞാനൊരു ഐഡിയ നിങ്ങളുടെ മുമ്പ് വെച്ചിട്ടുള്ളൂ. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഐഡിയ, ഒരു കോൺസെപ്റ്റ് ഞാൻ നിങ്ങളുടെ അടുക്ക പറഞ്ഞു തന്നേ ഉള്ളൂ. മനസ്സിലായോ? ഇസ്ലാം മക്കളും രണ്ടും ഒരു ഈജിപ്തിൽ താമസിച്ചു. മനസ്സിലായോ? പക്ഷെങ്കിൽ നടന്ന ഒരു ഇൻസിഡൻറ്റും, ഒരു 10 പ്ലേഗിൽ ഒന്നുപോലും ഇസ്രായേൽ മക്കൾക്ക് വന്നില്ല. എല്ലാം ഇവർ ഈവൻ ഇരുട്ട് വന്നപ്പോൾ പോലും അവിടെ വെളിച്ചമുണ്ട്, ഇവിടെ വെളിച്ചമില്ല എന്ന് പറയുന്നത് പോലെ ദൈവത്തിന് സ്വർഗം ഇവിടെ ആക്കിക്കൂടെ? ഓക്കെ, അത് കഴിഞ്ഞ് പുതിയ നിയമത്തിലെ ഓരോ കോൺസെപ്റ്റ് ദൈവരാജ്യം എന്നാണ്, ആരാണ് ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനം, എപ്പോഴാണ് ഇനാഗറേറ്റ് ചെയ്തത്, എപ്പോഴാണ് ദൈവരാജ്യം ഇവിടെ വന്നത്? ഇപ്പം ദൈവരാജ്യം എവിടെയാണ്? സ്വർഗരാജ്യം മത്തായിയുടെ സുവിശേഷത്തെ സ്വർഗരാജ്യം പറയുന്നു. പക്ഷെ ദൈവരാജ്യം, വാട്ട് ഈസ് കിങ്ഡം ഓഫ് ഗാഡ്? ഹൂ ഇസ് എ ഫൗണ്ടർ? വെൻ ഡിഡ് ഇറ്റ് സ്റ്റാർട്ടഡ്? ഓക്കെ, വാട്ട് ഈസ് കിങ്ഡം ഓഫ് ഗാഡ്? ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് സെർച്ച് ഒന്ന് പഠിച്ചു നോക്ക്. നമ്മുടെ ആദ്യത്തെ 4 പുസ്തകത്തിൽ 3 പുസ്തകത്തിൽ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങളത് പറ, ദൈവരാജ്യം എവിടെയാണ്? ഈ സ്വർഗം എന്ന് പറയുന്നത് മനുഷ്യനും ദൈവവും കൂടെ ഇറങ്ങി വരുന്ന ഒരു ഇതാണ്. അതിനാണ് ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, ടെമ്പിള് ഇതൊക്കെ ഓരോന്ന് പറഞ്ഞത്. ഇപ്പം നമ്മുടെ ടെമ്പിൾ ആരാ? ഓക്കെ, ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നുള്ളൂ. എങ്കിലും ഒരു പ്രാവശ്യം കൂടെ എനിക്ക് വന്ന് ഷെയർ ചെയ്യാൻ കിട്ടിയതിന് ദൈവത്തിന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. ഇത്രയും കാര്യങ്ങൾ പറയാനിടയാക്കി, ഗോഫർ വുഡിൻ്റെ കാര്യം പറയാനിടയാക്കി, 120 വർഷത്തിൻ്റെ സയൻറ്റിഫിക് പറയാനിടയാക്കി, വുഡിൻ്റെ പ്രാധാന്യം പറയാനിടയാക്കി, 3 ഡെക്കിൻ്റെ കാര്യം പറയാനിടയാക്കി, ആനിമൽസ് കയറിയതിടാക്കി, നോഹ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച കാര്യം എനിക്ക് പറയാൻ ഇടയാക്കി. ഓക്കെ, ഫുഡെല്ലാം സെർവ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, ഇനിയും അടുത്തത് 7-ാം അധ്യായം സമയം കിട്ടുമ്പോൾ ഇതേപോലെ ഇടാം. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാൻ അവസാനിക്കാം. ദൈവമേ സ്വർഗ്ഗസ്വതാവേ, ഇന്നത്തെ ഈ സന്ധ്യാസമയം ഞങ്ങൾക്ക് അല്പസമയം ദൈവമേ നോഹയുടെ കാര്യത്തെപ്പറ്റി പഠിക്കാനിടയാക്കിയല്ലോ. നോഹ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. മറ്റുള്ള എല്ലാ ഇതുകൾക്കും ഹ്യൂമൻ ചിന്താഗതികൾക്കും കോൺട്രഡിക്ടറി ആയിട്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. ദൈവത്തിൽ വിശ്വസിച്ചു, അനുസരിച്ചു, ദൈവത്തിൻ്റെ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുവാൻ ഇടയാക്കി. ഞങ്ങളുടെ ജീവിതത്തിലും അതേപോലെ തന്നെ ഞങ്ങൾക്കും നീതിമാന്മാരായി ദൈവത്തോടുകൂടെ ക്രിസ്തുവിനെ ധരിച്ചവരായി ഞങ്ങൾക്ക് നടക്കുവാനും ഞങ്ങളുടെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്നുള്ള ആ വിശ്വാസത്തോടെ ഇരിക്കാൻ ദൈവമേ ഗോഫർവുഡ്, ദൈവമേ ഞങ്ങളുടെ ഗോഫർവുഡായി, ഞങ്ങളുടെ ആർക്കായി ഒരിക്കലായി ഞങ്ങൾക്ക് വേണ്ടി അറ്റോൺമെൻറ്റ് കഴിച്ചു, ഞങ്ങളുടെ പാപങ്ങൾക്കായി കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇപ്പം പിതാവിൻ്റെ ഫലത്തുവാതിരുന്ന് ഞങ്ങളുടെ പാപങ്ങൾക്കായി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കും. ഈ സ്നേഹത്തെ ദൈവമേ ഞങ്ങൾ ഒരിക്കലും തള്ളിക്കളയാടക്കല്ലേ, അറിയാതിരിക്കാൻ ഇടയാക്കല്ലേ. ദൈവമേ മാനുഷിക രീതിയിലല്ല, ദൈവമേ പിതാവിൻ്റെ രീതിയിൽ ഞങ്ങൾക്ക് കാണുവാനും അതിൻ പ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാനും അതിൻ പ്രകാരം ജീവിക്കാനും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് നടക്കുവാനാക്കണം. ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ചിന്തകളും അകുല ചിന്തകളും പ്രയാസങ്ങളും ഒത്തിരി ടെൻഷൻസും ഒക്കെ ഉണ്ട്. എങ്കിലും അതിന് മുമ്പായി ഞങ്ങൾ ദൈവമേ അതൊക്കെ മാനസികമായി ഉണ്ടാകുമെങ്കിലും ദൈവത്തിൽ സോൾലി ഇത് ചെയ്യുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങൾ മുൻകൂട്ടി ഞങ്ങളെ കാണിച്ച് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പറയുന്നത്. ഒന്നും ഒരു സർപ്രൈസ്ഡായിട്ട് ജഡീകന്മാരെ പോലെ ചിന്തിക്കുവാൻ ഇടയാകാതെ ഒരു ആത്മീയനെ പോലെ ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നോഹ ദൈവത്തിൽ വിശ്വസിച്ചതുപോലെ ഞങ്ങൾക്ക് വിശ്വസിപ്പാൻ ഇടയാക്കിയ കൃപയ്ക്കായ സ്വതന്ത്രം. കൃപ ഞങ്ങൾക്ക് കിട്ടിയതിനായ സ്വതന്ത്രം.
ഞങ്ങൾക്ക് എന്താ നൽകി തന്ന ഈ രക്ഷയ്ക്കായ സ്വത്രം ദൈവമേ സകല കാര്യങ്ങൾ ഞങ്ങൾ അപ്പച്ചൻ്റെ ഫലമേൽപ്പിക്കുന്നു. ദൈവമേയിൽ നശിച്ചു പോകുന്ന ലോകത്തിൽ ആയിപ്പോകാതെ ദൈവമേ ഒരാളെയെങ്കിലും ഞങ്ങൾക്ക് രക്ഷിക്കപ്പെടുക ദൈവമേ ഞങ്ങൾക്ക് വിടുവിക്കാൻ കഴിയുമെങ്കിൽ അത് കഴിവിക്കുക ഇടയാക്കണമേ. യേശു മനസ്സാക്കണമേ. യേശു തന്നെ. ആമേൻ.